ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാണ് ഇന്നത്തെ മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചത്. കാരണം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് രണ്ടും റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് 3ഉം റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്ന ഏഷ്യൻ മാർക്കറ്റും മറ്റുള്ള ഈ ഒരു ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസുകളെല്ലാം തന്നെ മറികടന്ന് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച ദിവസം, ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത 21,800 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് 600 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തി നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് മേജർ സോണായിട്ടുള്ള 22,500 എന്ന നിലയിലാണ്. ഇന്ന് 3 എക്സ്പയറിയാണ് നമുക്കുണ്ടായിരുന്നത്. തിങ്കളാഴ്ച മാർക്കറ്റ് അവധി കാരണം ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി, ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി, മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ഉണ്ടായിരുന്നു. എന്നാൽ മാർക്കറ്റ് ഒട്ടും തന്നെ വോളറ്റിലിറ്റി ഇല്ലാതെ ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യാതെ ഇന്ത്യ വിക്സ് ഫോളായി മാർക്കറ്റ് വളരെ കംഫർട്ടബിളായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഏതാനും ദിവസത്തെ കനത്ത സെല്ലിങ്ങിന് ശേഷം FIS ഇന്നലെ സെല്ലിങ്ങിൽ ആയിരുന്നുവെങ്കിൽ കൂടിയും 3 ഡിജിറ്റിലേക്ക് അവരുടെ സെല്ലിങ് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ അവരുടെ സെല്ലിങ് 700 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ M&M മികച്ച റിസൾട്ടിന് ശേഷം വീണ്ടും ഇന്ന് റാലി രേഖപ്പെടുത്തി മുന്നോട്ട് പോയി. BSE ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് ഫർദറായിട്ട് വീണ്ടും 4 ലക്ഷം കോടി രൂപ കവിഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. നാളെ മാർക്കറ്റ് ഉണ്ട്. നാളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും 2 സെക്ഷനിലായിട്ട് മാർക്കറ്റ് വ്യാപാരം തുടരുന്നുണ്ട്. ഇന്ന് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് കമ്പനീസ് BEയിൽ 4% ഒരു ഗെയിൻ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഗെയിൽ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഗെയിൽ ഇന്നും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് റാലി രേഖപ്പെടുത്തി. IT സ്റ്റോക്കുകളിൽ ഇന്ന് എന്നാൽ അത്ര ഭേദപ്പെട്ട പ്രകടനമല്ല കണ്ടത്. TCS ഉൾപ്പെടെയുള്ള കമ്പനീസ് IT സെക്ടറിൽ ഇന്ന് ഫോളോ ആയിട്ടുണ്ട്. HLലും കൂടാതെ തന്നെ ഹണിവെല്ലും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഈ 2 കമ്പനീസും ഇന്നലെ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി മുന്നോട്ട് പോയതായിരുന്നു. JSW സ്റ്റീലിൻ്റെ റിസൾട്ട് ഇന്നുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ടിന് മുന്നേ തന്നെ സ്റ്റോക്ക് 3% റാലി രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് വളരെ കംഫർട്ടബിളായിട്ട് രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് കാണാം. ഇന്നലത്തെ ഹൈയുടെ ആ ഒരു സമയത്ത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 75 പോയിൻ്റ് ഇടിഞ്ഞ് 22,347 സപ്പോർട്ട് എടുത്ത നിഫ്റ്റി അവിടെ നിന്ന് ഏകദേശം 151 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി 22,465 നിഫ്റ്റി ട്രേഡ് തുടരുമ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 62 പോയിൻ്റ് ഉയരുകയും സെൻസെക്സ് 251 പോയിൻ്റ് ഉയരുകയും ബാങ്ക് നിഫ്റ്റി 138 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിലെ M&M, JSW സ്റ്റീൽ, ഗ്രാസിം, അൾട്രാടെക് സിമെൻറ്റ്, BPCL തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 6% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ IT കമ്പനിയായിട്ടുള്ള TCS, ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ല, SBI ലൈഫ്, മറ്റൊരു IT കമ്പനിയായിട്ടുള്ള HCL ടെക്, ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ബജാജ് ഓട്ടോ 1 മുതൽ 2% വരെയുള്ള ഫോൾ ഉണ്ടാക്കി മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും താഴെ കാണാം 2 യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും റെഡിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് കാണാം 1% ഇടിഞ്ഞ് 19.7. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. അതിന് മുകളിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ച നിക്കി ജപ്പാൻ മാർക്കറ്റ്, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, X200 ഓസ്ട്രേലിയ എല്ലാം തന്നെ റെഡിൽ അവസാനിപ്പിച്ചു. ബ്രന്റ് ഓയിൽ 83, ഗോൾഡ് $13 ഉയർന്ന് പെർ ഔൺസിന് $2,390 ഇരിക്കുകയാണ്. 2,400 വീണ്ടും തിരികെ എത്തി. ബിറ്റ്കോയിനും 66,212 എന്ന നിലയിലാണ് ബിറ്റ്കോയിൻ ഉള്ളത്. അപ്പോൾ ഈ ഒരാഴ്ചയിലെ സ്വിംഗ് ട്രേഡും ഓപ്ഷൻ ട്രേഡും ഓഫ്ലൈനായിട്ട് ഈ വരുന്ന ഞായറാഴ്ച, ശനി, ഞായർ ദിവസങ്ങളുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ലോകത്തിൻ്റെ ഏത് കോണയിൽ നിന്ന് വേണമെങ്കിലും പഠിക്കാം. സ്റ്റോക്കി ന്യൂസിലേക്ക് വരാം. ആദ്യം IPO ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഗോ ഡിജിറ്റൽ IPO 3ാമത്തെ ദിവസം ഫുള്ളി സബ്സ്ക്രൈബായി. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 4 മടങ്ങ് ഉയർന്ന് 1,182 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 3 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സീൽ കമ്പനി കഴിഞ്ഞ തവണ ലോസ് ഉണ്ടാക്കിയ കമ്പനിയായിരുന്നു. 196 കോടി രൂപ. ഈ തവണ 13 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ കെമിക്കൽ കമ്പനി 171 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് 97 കോടി രൂപയിലേക്ക് ചുരുങ്ങി. കമ്പനി 1 രൂപ 24 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഹെൽത്ത് കമ്പനി 101 കോടി രൂപയിൽ നിന്ന് 127 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ഭാരത് ബിജ്ലി കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 35 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 54% ഈ തവണ ഇടിഞ്ഞു.
കമ്പനി ₹1.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അതുൽ ഓട്ടോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 4.8 കോടി രൂപയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ ചെയർമാൻ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. JSW സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 65% ഉയർന്ന് 1299 കോടി രൂപ കരസ്ഥമാക്കി. JSW സ്റ്റീൽ കമ്പനി ശ്രദ്ധിക്കുക, JSW സ്റ്റീൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 65% ഇടിഞ്ഞിട്ടാണ് 1299 രൂപ കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തവണ 3741 കോടി രൂപയുണ്ടായിരുന്നു. അതായത് 3741 കോടി രൂപയിൽ നിന്ന് 1299 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് 65% ഇടിഞ്ഞു. വറോക്ക് എഞ്ചിനീയറിംഗ് കമ്പനി 40 നിന്ന് 56 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. TV ടുഡേ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 2 മടങ്ങായിട്ടുണ്ട്. കമ്പനി ₹8.50 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പോളിമെഡ് കമ്പനി 58 നിന്ന് 68 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. പ്രകാശ് ഇൻഡസ്ട്രീസ് കമ്പനി 58 നിന്ന് 89 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. ധനുക അഗ്രിടെക് കമ്പനി 65 നിന്ന് കമ്പനി 59 നെറ്റ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. IFL സെക്യൂരിറ്റി 86 നിന്ന് 180 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷൻ ചെയ്യാൻ ശ്രമിക്കാം. അതില്ലെങ്കിലും നോ പ്രോബ്ലം. നാളെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്, വോളിയം കുറവായിരിക്കും. അപ്പോൾ ചെയ്യാൻ ശ്രമിക്കാൻ. ഇനി നാളെ വൈകിട്ട് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.